ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് ഖജനാവിലെ പൈസ എടുത്ത് സർക്കാർ പരിപാടികൾ എന്ന പേരിൽ നടത്തുക, പക്ഷേ പാർട്ടി പരിപാടികളാക്കുക. ഇവർക്ക് എന്താ AKG സെന്ററിൽ ഫണ്ടില്ലേ ഇവരുടെ പാർട്ടി പരിപാടികൾ നടത്താൻ? ഖജനാവിലെ പൈസ എടുത്ത് പാർട്ടി പരിപാടി നടത്തേണ്ട ആവശ്യം എന്നാണ്? ഇപ്പോൾ നമ്മുടെ മോഹൻലാലിനെ, ഏവർക്കും പ്രിയപ്പെട്ട മോഹൻലാലിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല കേട്ടോ. ആ ചടങ്ങ് നടത്തുന്നതിൽ ലാൽ സലാം എന്നൊരു പേരും കൊടുത്ത് അത് CPM-ന്റെ വരും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു PR വർക്ക് എന്ന് തന്നെ പറയത്തക്ക രീതിയിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത്. ലാൽ സലാം എന്ന ആ പരിപാടിക്ക് പേര് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക്, പണ്ടത്തെ ഒരു സിനിമയ്ക്ക് ലാൽ സലാം എന്നൊരു പേരുണ്ടായിരുന്നു. എന്നാൽ കാലാപാനി ഉണ്ടായിരുന്നല്ലോ, എന്നാൽ കാലാപാനി കൊടുക്കുക. അതെന്ത് കൊടുക്കാത്ത? ഇവർക്ക് ഇത് മാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ടുവന്ന പല പല പരിപാടികളും ഈ വർഷാവർഷം ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ കൊട്ടിഘോഷിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് കോടികൾ മുടക്കി പരിപാടികൾ നടത്തും. ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു പോവാതെ തന്നെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും, ഇല്ലേ യഥാർത്ഥത്തില്? അപ്പൊ എന്താണ് ഇപ്പൊ ഈ LDF സർക്കാർ ഈ 9 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന? ഖജനാവ് കൊള്ളയടിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. അല്ല, ഇപ്പോഴേ ഇത് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ പരമോന്നത സിനിമാ മേഖലയിലെ അവാർഡ് ലഭിച്ച, അത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷമാണ്. എല്ലാവരും നമ്മളെ സന്തോഷിക്കുന്ന, ഇപ്പോഴും നമ്മളെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിന് സർക്കാരിന്റെ ആദരം, അതും വലിയൊരു കാര്യമാണ്. അത് കേരളത്തിന്റെ, മലയാളത്തിന്റെ ആദരമാണ് സർക്കാർ കൊടുക്കുന്നത്. ഏത് സർക്കാരാണെങ്കിലും XOR ഏത് സർക്കാരാണെങ്കിലും ചെയ്യേണ്ട കാര്യമാണ്. അതിനി ഇപ്പോൾ മലയാളം വാനോളം അതിന്റെ കൂടെ ലാൽ സലാം എന്നൊരു പേരാണ് അവർ കൊടുത്താൽ പേരിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ന്യായീകരിക്കാം. കാരണം ലാൽ എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിമർശനം ഉയർന്നപ്പോൾ മറുപടി പറഞ്ഞത്. ഈ പേരിട്ട ഉടനെ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യം ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയമായിട്ടൊന്നും ചിന്തിച്ചതല്ല, ലാലിന്റെ പേരുണ്ടല്ലോ, ലാലിന് ഒരു സലാം ഞങ്ങൾ കൊടുക്കുന്നു, കേരളത്തിന്റെ സലാം. ശരി, ഓക്കെ, ലാൽ സലാം. പക്ഷേ ഫ്ലെക്സ് അടിക്കുന്നതിൽ മോഹൻലാലിന്റെ പരിപാടിയിൽ മോഹൻലാൽ ഉണ്ടോന്ന് തപ്പി നോക്കാം. പക്ഷേ പിണറായി വിജയന്റെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയന്റെ ഫോട്ടോയാണ് അവിടെ ഉള്ളത്. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അയ്യപ്പൻ ആ പരിസരത്തൊന്നുമില്ല, ആ ഫ്ലെക്സിൽ അയ്യപ്പനില്ല, പിണറായി വിജയൻ എളിഞ്ഞു നിൽപ്പുണ്ട്. എന്താ പിണറായി പണ്ട് വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ. ഈ ഫ്ലെക്സുകളിൽ VS-ന്റെ തല വെക്കുമ്പോ പറയുന്നു വ്യക്തികളല്ല പൂജിക്കപ്പെടേണ്ടത്, പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞു. പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നീട് അറിയാമല്ലോ പിണറായിയെ കുറിച്ച് എത്ര തിരുവാതിരകളും പാട്ടുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് കാരണഭൂതന്റെ പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ്. അതിപ്പം സജി ചെറിയാന് വേണ്ടി ഇപ്പൊ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ലാൽ സലാം പോട്ടെ, പേര് നമുക്ക് ക്ഷമിക്കാം. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് മോഹൻലാലിന്റെ പേരുണ്ട്, അതിനകത്ത് ലാലുണ്ട്, സലാം മലയാളം, അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ്. ഇത് സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറയും, നമ്മൾ അംഗീകരിക്കുന്നു, ഓക്കെ, സർക്കാർ ആദരിച്ചുകൊട്ടെ. അവിടെ പക്ഷെ ഈ പറയുന്ന പോലെ പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് റോള്? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് സർക്കാരിന്റെ പരിപാടിയാണെങ്കിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടത്തിയത്. അവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ ആ വേദിയിൽ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ വന്ന സ്ഥാനം പിടിക്കുകയാണ്. എന്തടിസ്ഥാനത്തിൽ? അവിടുത്തെ അദ്ദേഹം ഒരു MLA ആണ്, സത്യമാണ്, MLA ആണ്. പക്ഷേ അദ്ദേഹം സ്ഥല MLA അല്ല. ആണോ? അല്ല. അദ്ദേഹത്തെ പോലെ ബാക്കി ഭരണപക്ഷത്തെ നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിമാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 10-77 MLA-മാർ വേറെയുണ്ട്. അവർക്കും ആ വേദിയിൽ സ്ഥലം കൊടുക്കാമായിരുന്നു. ഭാരവാഹിയാണോ അദ്ദേഹം? ഒന്നുമല്ല. അവിടുത്തെ MP-മാര് 2 പേരെന്ന് പറയുന്നത്, ഒന്ന് ശശി തരൂരാണ്, ഒന്ന് മറ്റേ ആറ്റിങ്ങലിലെ അടൂർ പ്രകാശാണ്. ഇവരെയൊക്കെ വിളിച്ചത് പ്രതിപക്ഷം ഈ വിഷയത്തിൽ, ഈ പരിപാടിയിൽ നിന്നും അവർക്ക് മനസ്സിലായി ഇത് സർക്കാരിന്റെ സ്പോൺസേർഡ് പരിപാടിയായിട്ട് മാറും, ഒരു PR വർക്കായിട്ട് മാറുമെന്ന്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുന്നു. MP-മാരെ MLA-മാരെ ആരും പങ്കെടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ നിന്നുള്ള സ്ഥലം MLA-മാരും ഒക്കെ തന്നെയാണ് അവിടെ പങ്കെടുത്തത്. വേദിയിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുണ്ട്, മറ്റ് വിശിഷ്ടാതിഥികളുണ്ട്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന അവിടുത്തെ MP എന്താ പറയുക, A റഹീമുണ്ട്, മേയറുണ്ട്, എല്ലാവരും ഉണ്ട്. അതിന്റെ കൂടെ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ സ്ഥാനം കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പാർട്ടി പരിപാടിയായിട്ട് മാറുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന മോഹൻലാലിനെ ആദരിക്കാനും ഒക്കെയുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ അതിനുള്ള ആഗ്രഹം കാണുമായിരിക്കും. എനിക്ക് മോഹൻലാലിനെ വലിയ ഇഷ്ടമാണെന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് വേണം. അതിന് പാർട്ടി വേറെ പരിപാടി നടത്തണമെന്ന്. സർക്കാരിന്റെ പരിപാടിയിൽ ഈ പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി അങ്ങനെ ഉണ്ടെങ്കിൽ KPCC അധ്യക്ഷനെ വിളിക്കണ്ടേ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിക്കണ്ടേ, ഇവിടെ ഏതൊക്കെ പാർട്ടികളുണ്ട്, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിളിക്കണ്ടേ? അപ്പോഴേ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഈ പറയുന്ന MV ഗോവിന്ദനെ അവിടെ പങ്കെടുപ്പിച്ചെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി ഈ പറയുന്ന ആ പരിപാടിയുടെ അവിടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരുന്ന ഫ്ലെക്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ കോമഡിയിലൊക്കെ കാണുകയും
പിള്ളേർക്ക് 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഈ എന്താ പറയുക എല്ലാത്തിനും A+ കിട്ടുമ്പോൾ അതിന്റെ ബോർഡ് വെക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ അച്ഛന്മാരുടെ ഒക്കെ തന്നെ നമ്മൾ അടുത്തിരിക്കുന്നതിന്റെ കോമഡിയിൽ കണ്ടില്ലേ, വലിയ പുറകിൽ 2 ചെറിയ ഫോട്ടോ പിള്ളേരുടെ ജയിച്ച പിള്ളേരുടെ ഫോട്ടോ വെക്കും, മുന്നിൽ വലിയ രീതിയിൽ അച്ഛന്റെ അങ്ങനെ ഫോട്ടോ വെച്ചിട്ടുള്ള കോമഡികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ആ ഫ്ലെക്സ് തയ്യാറാക്കിയത്. ലെഫ്റ്റ് സൈഡിൽ വലിയ രീതിയിൽ ഈ പറയുന്ന ഇരട്ടച്ചങ്കൻ പിണറായി വിജയന്റെ ഫോട്ടോ വെക്കുന്നു, വലത് സൈഡിൽ ചെറിയ ഇതില് മോഹൻലാലിനെ ഒപ്പിക്കണം അവിടെ വെക്കണം ഉള്ളത് കൊണ്ട് മോഹൻലാലിനെ വെക്കുന്നു, പിന്നെ ബാക്കി കുറെ മന്ത്രിമാരുടെ ഫോട്ടോയും വെക്കുന്നു. ആയതുകൊണ്ടാണ് ഈ പറയുന്ന സർക്കാർ ഇങ്ങനെ ഒരു നടപടി നടത്തുന്നത്. അല്പത്തരത്തിന്റെ അങ്ങേയറ്റമാണിത്. നമ്മൾ ഈ പറയുന്ന കോമഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ തിരിച്ചു തള്ളാനല്ല, അത് ആ രീതിയിൽ ഇവര് സ്വയം കോമാളികളായിട്ട് മാറി. അല്പമെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ജാള്യത ഉണ്ടെങ്കിൽ അവർ ആ പരിപാടി ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. അത് ചെയ്യുന്നവർ ഇപ്പം PR വർക്ക് ആണെങ്കിൽ തന്നെ PR വർക്ക് പറഞ്ഞു കൊടുക്കുന്നവരൊന്നും മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കണ്ടേ. അങ്ങനെ നാറ്റിക്കാനായിട്ട് ഈ കൂടെ PR നടക്കുകയാണ്. അവിടെ മോഹൻലാലിനെ ആദരിക്കാൻ ചടങ്ങിൽ മോഹൻലാലിന്റെ വലിയൊരു ചിത്രം കൊടുക്കുന്നതിന് പകരം ഇപ്പറഞ്ഞ ആദരിക്കപ്പെടുന്ന വ്യക്തിയെ അപ്രസക്തനാക്കിക്കൊണ്ട് ആദരിക്കുന്ന വ്യക്തി ആരാണോ അയാളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു സംഭവം. അത് ചില പരിപാടികൾ നടക്കുമ്പോൾ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്, എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ വേണ്ട എന്ന് പറയാൻ കാണിച്ച ആ ഒരു ശൗര്യം ഈ ഫ്ലക്സ് കാണുമ്പോൾ എടുത്ത് മാറ്റിയെന്ന് പറയാൻ എന്തുകൊണ്ട് തോന്നിയില്ല? തന്റെ പടം, അതായത് വ്യക്തിപൂജ വേണ്ട എന്ന് പറഞ്ഞ് നടപടി എടുത്തിട്ടുള്ള സ്വന്തം പടം ഇവിടെ ഇത്രയും വലുതായിട്ടിരിക്കുമ്പോ എന്തെങ്കിലും പിണറായി വിജയനെ പറഞ്ഞൂടെ ഈ ഫ്ലക്സ് എടുത്ത് മാറ്റുന്നു? അദ്ദേഹത്തിന്റെ വ്യക്തിപൂജയോടുള്ള എതിർപ്പ് എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ ചെയ്യുന്നപ്പോഴാണ്. മനസ്സിലായില്ലേ? VS അച്യുതാനന്ദനെ വ്യക്തിപൂജ ചെയ്തുകൂടാ. അതേപോലെ തന്നെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നുള്ള P ജയരാജൻ, നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിനെതിരെ കണ്ണൂരിൻ താരകമല്ലോ എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ഇറങ്ങി വലിയ രീതിയിൽ അത് വലിയ ഹിറ്റായ ഒരു പാട്ടാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങി ഉടനെ തന്നെ അത് സംസ്ഥാന സമിതിയിലൊക്കെ വലിയ ചർച്ചയാവുകയും അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു. അതൊക്കെ തന്നെ വാർത്ത വന്നു. പിന്നീട് അദ്ദേഹം അത് നിഷേധിച്ചെങ്കിൽ പോലും അത്തരം ചർച്ചകളൊക്കെ അവിടെ ഉണ്ടാക്കുകയും വലിയ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുക. അദ്ദേഹം പാർട്ടിയിലെ ഒരു ഒറ്റയാനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് അതീതനായിട്ട് വളരുന്നു എന്നൊക്കെയുള്ള വിമർശനം അദ്ദേഹം ഉയർത്തിയതാണ്. വേറെ ഏതോ ഒരു പരിപാടിയിൽ, പബ്ലിക് പരിപാടിയിൽ ഇതുപോലെ മോഹൻലാലിന് കയ്യടി ഒരുപാട് കേട്ടപ്പോൾ, അത് മോഹൻലാലിന് മമ്മൂട്ടിക്കാണ് തോന്നുന്നത്, ഏതോ ഒരു പരിപാടിയിൽ മമ്മൂട്ടി എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര കയ്യടിയും ഇത് വരുന്നു. അപ്പൊ അസ്വസ്ഥനാകുന്ന ഒരു പിണറായിയുടെ ദൃശ്യങ്ങൾ എപ്പോഴോ കണ്ടതായി ഓർക്കുന്നുണ്ട്. അതുപോലെ VS വരുമ്പോ കയ്യടി ഉണ്ടാകുമ്പോഴും അദ്ദേഹം അസ്വസ്ഥനാകാറുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു സ്വയം മറ്റുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറ്റില്ല. തന്നെ കുറിച്ചാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നം. അദ്ദേഹം എന്തെങ്കിലും നടപടി എടുത്തു, അദ്ദേഹത്തിനെതിരെ എത്ര കഥകളി വന്നു, അല്ലെ, തിരുവാതിര വന്നു, പാട്ടുകൾ വന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ വന്നു, അദ്ദേഹത്തെ അത്തരം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വ്യക്തിപൂജയ്ക്ക് അദ്ദേഹം പാത്രമായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നല്ലതാണ്, നിങ്ങൾ നടത്തിക്കോളൂ. ആ ഒരു മൗനാനുവാദത്തിൽ ഇങ്ങനെ നടക്കണം. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്താ പറയുക, ഈ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇഷ്ടമുള്ളവർ എഴുതിക്കോട്ടെ. ആ നിലപാട് നേരത്തെ ഇല്ലായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് എഴുതിക്കോട്ടെ എന്നുള്ള നിലപാട് നേരത്തെ അദ്ദേഹത്തിനില്ല. തന്നെ കുറിച്ചാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്തോ എന്നെ പൂഴ്ത്തിക്കോട്ടെ, ലേശം പൂഴ്ത്തിക്കോട്ടെ, ആയിക്കോട്ടെ, എന്നെ ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ, ആ ഒരു നിലപാടാണ് ഉള്ളത്. ഈ സംഭവത്തില് അങ്ങേയറ്റത്തെ ഒരു അല്പത്തരമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. സർക്കാരിന്റെ പരിപാടി ആയിരുന്നെങ്കിൽ അത് ആ രീതിയിൽ ചെയ്യണമായിരുന്നു. ഇത് ഒരു പാർട്ടി പരിപാടിയായിട്ട് അധപതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടുവന്നു. നമുക്കറിയാമല്ലോ, ഈ അത് തൊട്ടുമുമ്പ് അയ്യപ്പ സംഗമത്തില് സമാനമായ രീതിയിൽ സർക്കാരിന്റെ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. ദേവസ്വം ബോർഡ് നടത്തുന്നതെന്ന് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രിയൊക്കെ ദേവസ്വം ബോർഡിന്റെ ക്ഷണപ്രകാരം മുഖ്യമന്ത്രി സർക്കാരിന്റെ എന്നുള്ള നിലയിൽ വന്നു. അവിടെ ഈ പറയുന്ന പോലെ MP ഗോവിന്ദനടി നടന്നു ഇല്ലേ? നമ്മൾ ഈ കുമ്മനടി അല്ലെങ്കിൽ രാജീവടി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കും. അവിടെ അതേപോലെ സമാനമായ രീതിയിലല്ലേ ഈ ഗോവിന്ദനടി നടക്കുന്നത്, അല്ലെ? അയ്യപ്പ സംഘത്തിലെ ഈ പാർട്ടി സെക്രട്ടറിക്ക് വന്ന് കയറേണ്ട കാര്യം എന്താണ്? വന്ന് കയറേണ്ട കാര്യം എന്താണ്? അദ്ദേഹം മാറി നിൽക്കണ്ടേ? അദ്ദേഹം തന്നെ വിളിച്ചാല്, തന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഔചിത്യമില്ലേ? വിളിക്കുന്നവർക്ക് ഔചിത്യമില്ലെങ്കിലും പങ്കെടുക്കുന്നവരുടെ ഔചിത്യം വേണമല്ലോ. ഞാൻ എന്തിന് പങ്കെടുക്കണം? ഞാൻ ഏത് അർത്ഥത്തിൽ പങ്കെടുക്കണം എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം സ്ഥലം MLA ആണെങ്കിൽ ഓക്കെയാണ്, സ്ഥലത്തു നിന്നൊരു ജനപ്രതിനിധി ആണെങ്കിൽ ഓക്കെയാണ്, ഒരു മേയർ ആണെങ്കിൽ ഓക്കെയാണ്, പങ്കെടുക്കാം, വേദിയിൽ വന്നിരിക്കും, പങ്കെടുക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. അദ്ദേഹത്തിന് വന്ന സദസ്സിൽ വന്നിരിക്കും, ഇഷ്ടംപോലെ പേര് സദസ്സിൽ വന്നിരുന്നല്ലോ, വന്നിരുന്നല്ലോ. ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി വേദി വന്നിരുന്നല്ലോ. വേദിയിൽ മോഹൻലാൽ എടുത്തിരുന്നാൽ മാത്രമല്ല അതിനൊരു ഗുമ്മുണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ അത് ലാൽ സലാമായിട്ട് മാറുകയുള്ളൂ. പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ. ലാൽ സലാം എന്ന പേരിന് അന്വർത്ഥമാക്കണമെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അടുത്ത് വേണം എന്ന ഒരു ചിന്ത ഉണ്ടായി. നമ്മളിപ്പോ ഇത് പറയുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ എന്ത് കരുതുമെന്ന് അറിയാമോ? സാധാരണക്കാരായ പ്രേക്ഷകർ, ഇവർക്ക് എന്താണ് ഗോവിന്ദൻ അവിടെ പോയി ഇരുന്ന, ഇവർക്ക് എന്താ പ്രശ്നം? അത് നമ്മുടെ പാർട്ടിക്കാരനല്ലേ ഇരുന്നോട്ടെ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് പാർട്ടി പരിപാടി അല്ല. നമ്മളോ ഈ ഓരോരുത്തരും കൊടുക്കുന്ന നികുതിപ്പണം, ഖജനാവിലെ പണം, നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഖജനാവിലെ പൈസ കൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അത് അവരുടെ പാർട്ടി PR വർക്കായി ചെയ്യാനുള്ള യാതൊരു റൈറ്റും അവർക്കില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രേ ഉള്ളൂ. മോഹൻലാലിന്റെ പേരില്
ഒരു ഇതടിച്ചെടുക്കാം, അതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പരിപാടി നടത്തും, മോഹൻലാൽ ഫാൻസിന്റെ ഇനിയിപ്പോൾ കുറച്ചൊരു സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള നിലയിലാകും. മറുവശത്ത് ഈ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചെങ്കിലും അവരൊരു വിവാദമാക്കിയിട്ടില്ല. വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവരുടെ വളരെ പക്വമായിട്ടുള്ള പ്രതികരണമാണ് കേട്ടോ. അവർ പറഞ്ഞു ഇത് പാർട്ടി പരിപാടിയായിട്ട് മാറ്റി PR വർക്കായിട്ട് മാറ്റിയൊരു പരിപാടി, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുനിന്നു. പക്ഷേ ഇത് ലാലിനെ ആദരിക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഞങ്ങളൊരു വിവാദത്തിനില്ല. കാരണം അതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സ്വത്തം, രാഷ്ട്രീയ ഭേദമന്യാണ്. അല്ല, നേരത്തെ മോഹൻലാലിനെ ഈ സൈബർ സഖാക്കന്മാർ അദ്ദേഹത്തെ സംഘി ചാപ്പി അധിക്ഷേപിക്കുമുണ്ടായിരുന്നു. അപ്പോ ഇവരിങ്ങനെ ചെറുതായിട്ട് അംഗീകരിക്കുന്നതിനെ മോഹൻലാൽ ഫാൻസ് വലിയ കാര്യമാക്കി കാണും എന്ന് ഇവർ കരുതിയിട്ടുണ്ടാവും. അതും കൂടെ അതായിരിക്കാം. എന്തായാലും സർക്കാരിൻ്റെത് അങ്ങേയറ്റത്തെ അല്പത്തരമാണ്. അത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ സ്ഥിരമായിട്ട് ഈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തായാലും. പക്ഷെ മോഹൻലാലിനെ ആദരിക്കേണ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതൊരു പാർട്ടി പരിപാടിയായിട്ട് അധപതിക്കാൻ പാടില്ലായിരുന്നു. അവർ പറഞ്ഞ സർക്കാർ പരിപാടിയാണെങ്കിൽ ആ രീതിയിൽ തന്നെ നടത്തണമായിരുന്നു. ഇത് പക്ഷേ അവരുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക നടപടികളിലൂടെ അതൊരു പാർട്ടി പരിപാടിയായിട്ട് അധപതിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല.